എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാനഡയിൽ ഇനിയും വരാനായിട്ട് അല്ലെങ്കിൽ PR കിട്ടാൻ ഏറ്റവും എളുപ്പം ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും ഇപ്പം ജർമ്മനി പോകാനും അല്ലെങ്കിൽ പല രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ അവിടുത്തെ ലാംഗ്വേജൊക്കെ പഠിക്കാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കാനഡയിൽ ഒരു ഫ്രഞ്ച് പഠിക്കുന്നത് ഉറപ്പായിട്ടും വെർത്തായിട്ടുള്ള കാര്യമാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഈ അടുത്ത സമയത്തൊക്കെ PR-ൻ്റെ എക്സ്പ്രസ് എൻട്രിയിലൊക്കെ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെപ്റ്റംബർ 3 കണ്ടക്ട് ചെയ്ത ഡ്രോയിൽ ഏകദേശം 4500 പേർക്കാണ് ഫ്രഞ്ച് പഠിച്ചതിലൂടെ PR കിട്ടിയത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലൊക്കെ ഒരു സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവരെല്ലാം മെയിൻ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു PR എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ 2025 ഇത്രയും നാളത്തെ ഒരു എക്സ്പ്രസ് എൻട്രിയിലെ PR കൊടുത്തിട്ടുള്ളവർ എണ്ണം നോക്കുമ്പോൾ കാനഡയിലൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നേടിയിട്ടുള്ളവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്താവട്ടെ വെറും 20,000 പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേസമയം ഫ്രഞ്ച് പഠിച്ചിട്ടുള്ളവർക്ക് ഇത്രയും നാളിൽ തന്നെ ഏകദേശം ഒരു 4-5 ഡ്രോ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ ഏകദേശം 25,000 പേർക്കാണ് ഒരു PR കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഓൾറെഡി അവർ പറഞ്ഞിട്ടുള്ളത് ഫ്രഞ്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കെല്ലാം PR ഇനി കൂടുതൽ നമ്പറിൽ കൊടുക്കും എന്നാണ്. സെപ്റ്റംബർ 3 കണ്ടക്ട് ചെയ്ത ഡ്രോയിൽ ഏകദേശം 4500 പേർക്കാണ് അവർ ഇൻവിറ്റേഷൻ കൊടുത്തത്. ഈ വർഷം തന്നെ ഫ്രഞ്ചിൻ്റെ കാറ്റഗറി ബേസ്ഡ് ഡ്രോ കണ്ടക്ട് ചെയ്തപ്പോൾ ഏകദേശം 7500 പേർക്കും അവർ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും നാളത്തെ ഇനി ഒരു ഏകദേശം 2-3 മാസം ബാക്കിയുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം 25,000 പേർക്ക് ഓൾറെഡി അവർ ഫ്രഞ്ച് പഠിച്ചതിലൂടെ തന്നെ അങ്ങനെയുള്ള ഫ്രഞ്ച് പഠിച്ചവർക്കെല്ലാം അവർ PR കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ചിൻ്റെ കാറ്റഗറിയിൽ ഒരു PR-ൻ്റെ ഒരു റോയിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഞ്ചിൻ്റെ ലാംഗ്വേജിൽ വേണ്ടിയത് CLB 7 ആണ് ഫ്രഞ്ച് ലാംഗ്വേജിൽ വേണ്ടിയത്. അതേസമയം തന്നെ ഇംഗ്ലീഷിലെ ആകട്ടെ വെറും CLB 4 മാത്രം മതി. CLB 4 ഇംഗ്ലീഷിലെന്ന് പറയുമ്പോൾ ലിസണിങ്ങിനും റീഡിങ്ങിനും ഏകദേശം ഒരു 4.5ഉം 3.5 മാത്രം മതി. പിന്നെ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും 4 മാത്രം മതി. ആ സ്കോർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് ഒരു CLB 7 ഒരു സ്കോറോട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50 പോയിൻറ്റ്സാണ് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നോർമലി ഏതൊരു ഡിഗ്രി ഉള്ള ഒരാൾക്കും ഒരു എക്സ്പ്രസ് എൻട്രിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സ്കോർ ഏകദേശം ഒരു 390 അതിൻ്റെ അടുത്ത് സ്കോർ വരും. അതിൻ്റെ കൂടെ ഒരു 50 പോയിൻ്റ് കൂടെ കൂടുമ്പോൾ ഏകദേശം 440-450 സ്കോറാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള ഫ്രഞ്ച് കാറ്റഗറിയിലെ ഡ്രോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 430-440 അടുത്താണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ ഒരു PR-ൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ IELTS ഒരു CLB 7 ഒക്കെ എടുക്കണമെന്നുള്ളതായിരുന്നു. അന്ന് അതൊരു വലിയ സ്കോറായിട്ട് പലരും കൺസിഡർ ചെയ്തെങ്കിലും അത് അച്ചീവ് ചെയ്ത് ഒത്തിരിയധികം ആൾക്കാരാണ് കാനഡയിലൊക്കെ PR എടുത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഞ്ച് അല്പം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ സ്കോർ ക്രാക്ക് ചെയ്യുകയും അങ്ങനെ ഡയറക്റ്റ് PR എടുത്ത് കാനഡയിലേക്ക് വരാനും സാധിക്കും. CEC കാറ്റഗറി അതായത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിൻ്റെ കാറ്റഗറിയിലൊക്കെ ഒരു റോയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കാനഡയിൽ ഒരു കോഴ്സ് ചെയ്യണം. അതിനുശേഷം ഒരു വർക്കിൽ എക്സ്പീരിയൻസിലൊക്കെ നിൽക്കുന്നവർക്ക് മാത്രമേ ആ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു ഫ്രഞ്ച് കാറ്റഗറിയിലോ ഡ്രോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് സ്വയം ഒരു എക്സ്പ്രസ് എൻട്രിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഏജൻസിയുടെ സഹായവും നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഒരു കാനഡയുടെ വെബ്സൈറ്റിൽ കയറി എക്സ്പ്രസ് എൻട്രിയുടെ പ്രൊഫൈൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല ലാസ്റ്റ് സ്റ്റേജ് അതായത് ഏകദേശം ഒരു വിസയുടെ സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ കാനഡ ഗവൺമെൻറ് ആ ഒരു വിസ ഫീസ് ചോദിക്കത്ത് പോലും ഉള്ളൂ. അതുവരെയുള്ള പ്രോസസ്സ് മുഴുവൻ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്ത് ആകെ വിസ ഫീസ് മാത്രം കാനഡയിലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഏകദേശം ഒരു വിസ ഫീസൊക്കെ നോക്കുകയാണെങ്കിൽ 1,00,000 രൂപ താഴെയൊക്കെ വിസ ഫീസ് പോലും വരത്തുള്ളൂ. ആകെ ആ ചിലവ് മാത്രവും പിന്നെ എന്തെങ്കിലും മെഡിക്കലും ഫ്ലൈറ്റ് ടിക്കറ്റും മാത്രം എടുത്ത് ഡയറക്റ്റ് കാനഡയിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് നാട്ടിലുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. ഒരു അല്പം ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും ഫ്രഞ്ച് മാക്സിമം പഠിച്ചിട്ട് അങ്ങനത്തെ ഒരു എളുപ്പമാർഗ്ഗത്തിൽ കൂടെ കാനഡയിൽ വരാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമായിട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.